കേരളത്തിലെ ഒരു PSC അംഗത്തിന്റെ മാസ ശമ്പളം എത്ര രൂപയാണെന്നറിയാമോ? 4 ലക്ഷം രൂപ. കേരളത്തിലെ ചെറുപ്പക്കാർ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കണക്കുകൾ പറയാം. കേരള PSC ചെയർമാന്റെ ഒരു മാസത്തെ ശമ്പളം 4,10,000 രൂപയാണ്. അതായത് കേരളത്തിലെ ഒരു PSC അംഗത്തിന്റെ ഒരു ദിവസത്തെ ശമ്പളം 13,000 രൂപയാണ്. കേരള PSCയിൽ ഇപ്പോഴുള്ളത് ചെയർമാൻ ഉൾപ്പെടെ 17 അംഗങ്ങളാണ്. ഈ വെറും 17 പേർക്ക് ശമ്പളം നൽകാൻ ഒരു മാസത്തെ കേരള സർക്കാരിന്റെ ചിലവ് 69,70,000 രൂപയാണ്. ശമ്പളത്തിന് പുറമെ 1ാം ക്ലാസ് യാത്രാപ്പടി, PA, ദഫേദാർ, കാറ്, ഡ്രൈവർ, ആശ്രിതർക്കടക്കം മെഡിക്കൽ ചിലവുകൾ, അങ്ങനെ വേറെയും ആനുകൂല്യങ്ങളുണ്ട്. കേരളത്തിലെ ഒരു PSC അംഗത്തിന്റെ വാർഷിക വരുമാനം 48 ലക്ഷം രൂപയാണ്. 6 വർഷം അതല്ലെങ്കിൽ 62 വയസ്സ് എന്ന വ്യവസ്ഥയിലാണ് PSC അംഗത്തിന്റെ നിയമനം. അപ്പോൾ 6 വർഷം കൊണ്ടുള്ള കേരളത്തിലെ ഒരു PSC മെമ്പറുടെ വരുമാനം 2,88 ലക്ഷം രൂപയാണ്. ജീവിതാവസാനം വരെ പെൻഷനും മെഡിക്കൽ ആനുകൂല്യങ്ങളും കിട്ടും. അടിസ്ഥാന ശമ്പളത്തിന്റെ 45% പെൻഷനായി നൽകുന്നത്. ഇത്രയധികം ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന കേരള PSCയിലെ ഒരു അംഗമാകാനുള്ള യോഗ്യത എന്താണെന്നറിയാമോ? ഒരു യോഗ്യതയും വേണ്ട, രാഷ്ട്രീയ നിയമനമാണ്. UPSCയിൽ ചെയർമാൻ അടക്കം വെറും 9 അംഗങ്ങൾ മാത്രമാണുള്ളത്. UPSC ചെയർമാന്റെ ശമ്പളം 2,50,000 രൂപ മാത്രമാണ്. UPSC അംഗങ്ങളുടെ ശമ്പളം 2,15 ലക്ഷം രൂപ മാത്രമാണ്. സിവിൽ സർവൻസ്, എക്സ് സിവിൽ സർവൻസ്, എക്സ് മിലിറ്ററി, അക്കാദമീഷ്യൻസ് അങ്ങനെയുള്ളവരൊക്കെയാണ് UPSCയിൽ അംഗങ്ങളാകുന്നത്. ജനസംഖ്യയിൽ 13ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം. എന്നാൽ കേരള PSCയിൽ പരമാവധി നിയമിക്കാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണം 21 ആണ്. കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് PSCയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 14 ആണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക PSCയിൽ അംഗങ്ങളുടെ എണ്ണം 9 ആണ്. തെലങ്കാന PSC 7, ആന്ധ്ര PSC 7, മഹാരാഷ്ട്ര PSC വെറും 3, ഉത്തർപ്രദേശ് PSC 9. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നത് കേരളത്തിലെ PSC അംഗങ്ങളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശമ്പളം 2,80,000 രൂപ മാത്രമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മാസ ശമ്പളം 1,85,000 രൂപ മാത്രമാണ്. എന്നാൽ കേരളത്തിലെ PSC ചെയർമാനും PSC അംഗങ്ങളും പ്രതിമാസ ശമ്പളമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് 4 ലക്ഷം രൂപ വീതമാണ്. അങ്ങനെയുള്ള കേരള PSC എന്ന വെള്ളാനികളുടെ മുന്നിലാണ് രാത്രികളെ പകലാക്കി കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടിയ കേരളത്തിലെ ചെറുപ്പക്കാർ മണ്ണ് വാരിത്തിന്നും മുട്ടിലടഞ്ഞും പ്രതീകാത്മക ശവങ്ങളായും നിയമന ഉത്തരവിന് വേണ്ടി ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കേരള PSC എന്ന വെള്ളാനയെ പറ്റിയാണ് പരീക്ഷാ ക്രമക്കേടുകൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.